സ്കൂളൊക്കെ പൂട്ടിയിട്ട് കുട്ടികളെ കൊണ്ടിട്ട് എവിടേക്കും പോയിട്ടില്ലെങ്കിൽ പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഹിഡൻ സ്പോട്ടാണ് ഇത് കച്ചിത്തോട് ഡാം. നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് വെറും 14 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. പോയി കഴിഞ്ഞാൽ കാണാനുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു വാഗമണ്ണൊക്കെ പോലെ അത്രയും ഭംഗിയായിട്ട് ഉള്ളൊരു സ്ഥലമാണ്. ഒരു 4.5 കിലോമീറ്ററോളം ഇതിനെ ചുറ്റും നടക്കാനുണ്ട്. ഇപ്പോൾ ഒരു വിനോദയാത്ര എന്ന് മാത്രമല്ല, നമുക്കൊരു വ്യായാമത്തിന് വേണ്ടി പോവുകയാണെങ്കിൽ പോലും അത്രയും ശുദ്ധവായുവിൽ നമുക്ക് നടക്കാൻ പറ്റും. അവിടെ പോയിട്ടുള്ള ഈ കുറച്ച് മടിയന്മാരാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് പോയത്. അതുകൊണ്ടാണ് കുറച്ച് പേര് ഇരുന്നത്. ഞങ്ങൾ കുറച്ച് വഴിയൊക്കെ നടന്നു. അത് നടന്നപ്പോൾ തന്നെ അത്രയും നല്ല കാറ്റും തണവും ആ ഗ്യാപ്പിൽ ബാബപ്പൻ കിടന്നുറങ്ങി. നമ്മുടെ സുന്ദരി കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. പോയ കുറച്ച് സമയം ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്ക് കപ്പിൾസായിട്ട് പോണവർക്കാണെങ്കിലും ശരി, ഞങ്ങളിപ്പോൾ ഈ പോയത് ഫുള്ള് ഞങ്ങളുടെ ഫാമിലി മാത്രമാണ്. എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല സ്ഥലം ഉണ്ടായിട്ട് എന്താ നമ്മുടെ തൃശ്ശൂർക്കാരൊന്നും അധികം പോകാത്തതെന്ന് എനിക്ക് തോന്നി. കാരണം ഞങ്ങൾ പോയത് ഞായറാഴ്ചയാണ്, എന്നിട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. അത് മാത്രമല്ല കേട്ടോ, അവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ പോയില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള പാലമാണ്. ആ പാലം കൂടി പോയി കാണേണ്ടതായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളിങ്ങനെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചാണ് പോയത് കൊണ്ടാണ് ഞങ്ങൾ പോയില്ല. അത് മാത്രമല്ല കേട്ടോ, നമുക്ക് ആ വെള്ളത്തിനുള്ളിലേക്ക് ഇറങ്ങാനൊക്കെ പറ്റിയിരുന്നു. അപ്പം ഞങ്ങൾ കിട്ടിയ ഗ്യാപ്പിൽ കുറച്ച് നേരം അവിടെ കിടന്ന് നടന്ന് കുട്ടികൾക്ക് കഴിക്കാനുള്ള സാധനങ്ങൾ അവിടെ ചെറിയൊരു കടയാണ് അപ്പുറത്തുള്ളത്. ഇപ്പം അധികം വെള്ളമില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡാമിലേക്ക് ഇറങ്ങാം. പക്ഷെ അധികം ഇറങ്ങാൻ പാടില്ല കേട്ടോ, കാരണം അത് സേഫ് അല്ല. അപ്പോൾ അത് കാരണം തൊട്ടടുത്തേക്കൊക്കെ ഞങ്ങളെല്ലാവരും വെള്ളത്തിൽ, ഈ കുഞ്ഞു പിള്ളേരും വലിയ ആൾക്കാരൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെയാണ്. അതിൻ്റെ ഉള്ളിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ അദ്വൈതൊക്കെ അതിൽ കാലൊക്കെ ഇട്ട് നിൽക്കുമായിരുന്നു എല്ലാവരും. എന്തിന് നമ്മുടെ റെയിനി ബേബി കൂടി അങ്ങനെ ഇന്ത്യ ചെയ്തു പറഞ്ഞത് വെള്ളത്തിലായിപ്പോൾ ഉള്ള സന്തോഷം കാണണം. അങ്ങനെ ലിഞ്ചു ചേട്ടനും ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കിട്ടിയുള്ളെങ്കിലും അത് നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമുക്ക് എല്ലാവർക്കും എപ്പം വേണമെങ്കിൽ പോയി ഒരു ഈവനിങ്ങിന് മാത്രം പോകാനാണെങ്കിൽ പോലും പോകാൻ പറ്റിയുള്ള ഒരു സ്ഥലമാണ്. ഇതെല്ലാവരും യൂസ് ചെയ്യണം. അത് വൃത്തിയായിട്ട് തന്നെ